മാനന്തവാടിയിൽ വയനാട്ടിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടർ മഹേഷിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. നടന്നത് രാഷ്ട്രീയ കളിയെന്ന് ST പ്രൊമോട്ടേഴ്സ് ആരോപിക്കുന്നു. ഉത്തരവ് പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് ട്രൈബൽ പ്രൊമോട്ടേഴ്സ് അറിയിച്ചു. ഈ പിരിച്ചുവിട്ട നടപടി മാറ്റിയിട്ട് ഓന് ചെറിയൊരു തെറ്റ് വന്നതിന് ഒരു ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കുക, അതിന് നമ്മൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ പിരിച്ചുവിടാൻ പറ്റില്ല. അവനെടുക്കുന്നവരെ ഞങ്ങൾ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളുടെ അമ്മ തന്നെയാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത്. അത് ഞങ്ങൾക്കൊരു ദുഃഖമുള്ള കാര്യം തന്നെ. ഞങ്ങൾ ആരും തന്നെ അനാഥരവ് കാണിച്ചില്ല. കാണിച്ചവരെ വേറൊരു രാഷ്ട്രീയ ഗൂഢലക്ഷ്യം അതിലുണ്ട്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഇയാളെ പിരിച്ചുവിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാണോ അവിടെ? SKN തീർച്ചയായും ഈ വിഷയം ട്രൈബൽ പ്രൊമോട്ടറുടെ തലയിൽ കെട്ടിവെച്ച് തലയൂരാനുള്ള ശ്രമമാണ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്കും ഈ ആംബുലൻസ് വിളിച്ചു നൽകുക എന്നുള്ള ബാധ്യത ഉണ്ടായിരുന്നു. അത് സമയബന്ധിതമായി ഈ ട്രൈബൽ പ്രൊമോട്ടർ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ പ്രൊമോട്ടേഴ്സായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാം തന്നെ പറയുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ പഞ്ചായത്തിലടക്കം പ്രതിഷേധം നടന്നിരുന്നു. ആ പ്രതിഷേധത്തിന്റെ തുടർച്ച ഇന്നും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രൊമോട്ടേഴ്സ് അറിയിക്കുന്നത്. കാരണം ഈ സസ്പെൻഷൻ ഒരു അസാധാരണ നടപടിയാണ്. ഇതിനകത്ത് ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ചുണ്ടമ്മ എന്ന് പറയുന്ന വയോധിക മരിച്ചതിന്റെ തലേ ദിവസം മുതൽ മരിച്ച ആ നിമിഷം മുതൽ അവിടെ ഉണ്ടായിരുന്നു ഈ മഹേഷ് കുമാർ എന്ന് പറയുന്ന ട്രൈബൽ പ്രൊമോട്ടർ. അദ്ദേഹം ഉച്ചവരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ആംബുലൻസ് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് തിരുനെല്ലിയിലേക്ക് ട്രൈബൽ വകുപ്പിന്റെ ആംബുലൻസ് പോയതായിരുന്നു. അവർ കൃത്യമായ രീതിയിൽ ആ സമയത്ത് 2 മണിക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു വൈകൽ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യം വീട്ടുകാരെ ഉൾപ്പെടെ അറിയിച്ചിരുന്നതാണ്, വാർഡ് മെമ്പർ അടക്കം അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിനകത്തൊരു രാഷ്ട്രീയ കളി നടന്നു എന്നുള്ളതാണ് ആക്ഷേപം. ഇതേ ഉത്തരവാദിത്വം ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകൾക്കും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും അടക്കം ഇതിനകത്ത് ആംബുലൻസ് വിളിച്ചു നൽകാനുള്ള ബാധ്യതയുണ്ടായിരുന്നു. അത് അവർ ആരും നിറവേറ്റിയില്ല. താൻ പല ഘട്ടങ്ങളിലും കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് ഈ ആംബുലൻസ് ഇങ്ങനെ മരണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ വിളിച്ച് നൽകാറുള്ളത്. പക്ഷെ ആ പണം പോലും തനിക്ക് ലഭിക്കാറില്ല എന്നുള്ളത് മഹേഷ് കുമാർ പറയുന്നുണ്ട്. മഹേഷ് കുമാറും ആദിവാസി വിഭാഗത്തിൽ, പണി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണ്. മരിച്ചവരും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് വരുന്നത്. മന്ത്രി OR കേളുവും ഇക്കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. ഇത് കേവലം പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. PSCയുടെ ആംബുലൻസ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആംബുലൻസ് ഉണ്ടായിരുന്നു. അതൊന്നും വിനിയോഗിക്കാതെ അതുകൂടി വിനിയോഗിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. കാരണം മറ്റ് ആംബുലൻസ് ലഭ്യമല്ലെങ്കിൽ ഇത് വിനിയോഗിക്കണമായിരുന്നു എന്നുള്ളതാണ് മന്ത്രി OR കേളുവും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ട്രൈബൽ പ്രൊമോട്ടറുടെ തലയിൽ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് ട്രൈബൽ പ്രൊമോട്ടർ. അദ്ദേഹത്തിന്റെ തലയിൽ ഇത് കെട്ടിവെച്ച് തലയൂരാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും നടത്തുന്നത് എന്നുള്ളതാണ് ട്രൈബൽ പ്രൊമോട്ടർമാർ ആരോപിക്കുന്നത്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്.